സൗജന്യം കൊടുക്കണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ പരിവാഹൻ സൈറ്റിൽ KL 15 8600 8600 8700 നിങ്ങളത് പരിവാഹൻ സൈറ്റിൽ ഇപ്പം അടിച്ചു നോക്കിയാൽ ഞങ്ങളിപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പുതിയതായി ചാർജ് എടുത്ത ഒരു ഭരണസമിതി, ആ ഭരണസമിതിയുടെ ഇലക്ഷന് മുമ്പേ ചില ഗ്യാരണ്ടികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അല്ലെങ്കിൽ സൗജന്യം ആര് കൊടുത്താലും അതിനെ നിഷേധിക്കാൻ നമുക്ക് അർഹതയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതേ സെയിം വ്യവസായം ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഈ കേരളത്തിലെ പൊതുഗതാഗതത്തിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നവരാണ്. KSRTC എത്രയുണ്ടോ അതിന് 3 ഇരട്ടിയിലധികം വണ്ടികളിട്ട് ഈ കേരളത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയും അതൊരു വ്യവസായമായി മാറ്റി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത് ഞങ്ങളും സ്വയം തൊഴിൽ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ്. അതിനെ ബാധിക്കുന്ന വിഷയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇതേപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. സൗജന്യം കൊടുക്കണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേവലം ബസ്സുകളിൽ, അതായത് 3-ൽ 2 പ്രൈവറ്റ് ബസ്സുകൾ ആണ്, 3-ൽ 1 KSRTC ഉള്ളൂ, എത്രയാണെങ്കിലും അതിൽ സൗജന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ദൈനംദിന കളക്ഷനിൽ കുറവ് വരുത്തി ഞങ്ങൾ ഏതാണ്ട് ഇല്ലാതാകുന്ന ഒരു ലക്ഷണമാണ്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് ബസ്സുകളെ ആശ്രയിക്കുന്നത് 60% വനിതകൾ തന്നെയാണ്. കാരണം 2 വീലറുകളുടെ ഒരു അതിപ്രസരം, പ്രത്യേകിച്ച് ഈ പറയുന്ന കോവിഡ് പോലുള്ള കാലത്തിന് ശേഷം 2 വീലറുകളുടെ ഒരു അതിപ്രസരം വനിതകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് യുവജനങ്ങളും അങ്ങനെയുള്ള ആളുകളും ഒക്കെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 60% വരുന്ന വനിതകൾ ഈ ബസ്സുകളെ ആശ്രയിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ വെയിറ്റ് ചെയ്താൽ ഒരു KSRTC വന്ന് ഫ്രീ ആയി യാത്ര ചെയ്യാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ടതായ ആ കളക്ഷൻ ഞങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം ഞങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏറ്റവും അടുത്ത ദിവസം 4.25 രൂപ ഡീസലിന് വില കൂട്ടി. അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഞങ്ങളെ കാലങ്ങളായി ഈ വ്യവസായത്തെ പല രീതിയിലും ഉപദ്രവിക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുക. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 വർഷം എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1,20,000 രൂപ ഒരു വർഷം ടാക്സായി മാത്രം സർക്കാർ ഖജനാവിലേക്ക് അടച്ചിട്ടാണ് ഞങ്ങൾ ഈ സർവീസ് എടുക്കുക. അതും അഡ്വാൻസ് 1 രൂപ പോലും അതിന് മുമ്പ് നേരത്തെ അടച്ചിരിക്കണം. അതായത് ഒരു രീതിയിലും ഒരു എക്സ്പെൻസ് തരാതെ എല്ലാ വർഷവും 4 മാസം കൂടുമ്പോൾ വെച്ച് 1,20,000 രൂപ ടാക്സായി മാത്രം അടയ്ക്കുകയും പ്ലസ് ഞങ്ങൾക്ക് ഫീസുകളുണ്ട്, പെറ്റികളുണ്ട്, എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ആവറേജ് 1.5 ലക്ഷം രൂപ ഒരു ബസ്സിൽ നിന്നും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ചെല്ലുകയാണ്. മറിച്ച് KSRTC എത്രയായിരം കോടി രൂപ മുടക്കിയാണ് ഈ KSRTC ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നതെന്ന് ഞങ്ങളെക്കാൾ വ്യക്തമായി നിങ്ങൾക്കറിയാം. അപ്പം തീർച്ചയായും സർക്കാർ ഖജനാവിലേക്ക് കെട്ടേണ്ട വരുമാനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റെന്തോ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാളിതുവരെ കൊണ്ടുവന്നത്. പക്ഷേ ഈ പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുമ്പേ ഈ ഗ്യാരണ്ടി ഇറക്കി ഞങ്ങൾ വനിതകൾക്ക് ഫ്രീ ആയി കൊടുക്കുകയാണ്. തീർച്ചയായും ഞങ്ങളിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അവർ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ആളുകളുടെ യാത്രാ സൗകര്യം, പ്രത്യേകിച്ച് അറിയാവുന്ന പോലെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളിൽ 90% ആളുകളെയും കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഈ പ്രൈവറ്റ് ബസ്സുകളാണ്. രണ്ടാമത്തെ കാര്യം ബഹുമാനായ VD സതീശൻ അവർ പറഞ്ഞു, അതും സർക്കാർ ഖജനാവിലേക്ക് വരുന്നൊരു വരുമാനമാണ്. അതും ഞങ്ങൾക്കും ആവശ്യമാണ്, നിങ്ങളുടെ നിലനിൽപ്പിനും ആവശ്യമാണ്. ഞങ്ങൾ പറയുന്നത് ഒരുപാട് വർഷങ്ങളായി എവിടെയെങ്കിലും എംപ്ലോയ്മെൻറ്റിൽ പോയി തൊഴിലിന് വേണ്ടി കാത്തു നിൽക്കാതെ അഭ്യസ്തവിസ്തരായ ആളുകൾ തന്നെ ഇതൊരു വ്യവസായമായി കണ്ടുകൊണ്ട് വണ്ടി വാങ്ങിക്കുകയും ആ വണ്ടി ഇറക്കി 4-5 പേരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ വെച്ചുകൊണ്ട് സർവീസ് നടത്തുകയും ചെയ്യുക. കേവലം ഇതിൻ്റെ ഉടമസ്ഥന് മാത്രമല്ല ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യം, അതിലെ തൊഴിലാളികൾക്കും ദൂഷ്യങ്ങളുണ്ടാകാറുണ്ട്, ബുദ്ധിമുട്ടുണ്ടാവും, വണ്ടികൾ നിന്ന് പോകും. ഇവിടെ പറഞ്ഞത് നല്ല ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു 35,000 പ്രൈവറ്റ് ബസ്സിൽ നിന്ന് തുടങ്ങി ഇന്ന് അവശേഷിക്കുന്ന ഒരു 7,000-8,000 ബസ്സുകൾ മാത്രമാണ്. അതും കൂടി നിന്ന് പോകും. ഇത് ബാധിക്കുന്നത് ഞങ്ങളെയും ഞങ്ങളുടെ തൊഴിലാളികളെയും പോലെ തന്നെ പാവപ്പെട്ടവരായ ആളുകൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾക്ക് പോകുന്നവരും
ടാറിങ് പണിക്ക് പോകുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവരും അങ്ങനെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഈ വ്യവസായവും നിന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ഇതിന് പേര് സമരം ചെയ്യാനൊന്നുമല്ല, പക്ഷേ ഞങ്ങളുടെ സത്യാവസ്ഥകൾ ഇങ്ങനെയാണെന്നും നാളുകളിൽ ഞങ്ങളെപ്പോലെ സംരംഭകരായി വരുന്ന ആളുകൾക്ക് കിട്ടുന്ന തിക്താനുഭവം ഇതാണെന്നും ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ 8000 ബസ്സുകൾ ഓടുമ്പോൾ ഏതാണ്ട് 3500-4000 കോടി രൂപ ഞങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സർക്കാർ ഖജനാവിൽ നിന്നോ മറ്റൊരിടത്തു നിന്നോ 1 രൂപയുടെ പോലും സഹായം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ സ്വയമേ കണ്ടെത്തുകയാണ്. എവിടെ ഞങ്ങൾ കടം വാങ്ങിച്ചും അതല്ലെങ്കിൽ CC എടുത്തുമൊക്കെ ഈ ഇത് വ്യവസായമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെയും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കൊണ്ടുനടക്കുന്ന ഈ വ്യവസായത്തെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങളെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഈ വ്യവസായം കൂടി നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഞങ്ങളെയും കൂടി സംരക്ഷിക്കണം. അത് ഏത് രീതിയിലാവണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും അല്ലെങ്കിൽ ക്യാബിനറ്റും ഒക്കെ ഉണ്ട്, അവർ ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ വിദഗ്ധരുമായി ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഒരിടത്തും കാണാത്തൊരു പ്രത്യേകത, അതായത് എല്ലാത്തിനും അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിൽ, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനവർ വേർതിരിക്കാറുണ്ട് BPL APL എന്നൊക്കെ. BPLകാർക്ക് മാത്രമേ സർക്കാരിന്റെ ഏതൊരു ആനുകൂല്യത്തിനും അവകാശമുള്ളൂ. ലൈഫ് പദ്ധതി ആയിക്കോട്ടെ, റേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ഇതുവരെയുള്ള ഒരു അറിവനുസരിച്ച് വനിതകൾക്ക് മുഴുവൻ ഫ്രീ ആയി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിന് കൃത്യമായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ ഞങ്ങൾ സംവദിക്കുന്നു, പ്രഖ്യാപിച്ച ഗ്യാരണ്ടി ആ ഗവൺമെന്റ് തന്നെ വരുമ്പോൾ അത് പരിധി കാര്യങ്ങൾ നടത്താൻ ഒരു ബാധ്യസ്ഥരാണ്. പക്ഷെ ഞങ്ങളെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ടാക്സ് കുറച്ച് തരികയോ അല്ലെ മറ്റെങ്കിലും ഏതെങ്കിലും മാനദണ്ഡത്തിൽ കൂടെയൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഇത് തുടരാം. മുഖ്യമന്ത്രി പറഞ്ഞത് അതേപ്പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അതേപ്പറ്റി പഠിക്കണം, പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും അടുത്ത 15-ാം തീയതി മുതലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ചർച്ച ഉണ്ടാവും. അതിനു മുമ്പായി അവർ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ എന്തെങ്കിലും ചർച്ചയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം പറയുമായിരിക്കും. ഇതിനകത്തെ ഞങ്ങൾ ഒരു ദിവസം ബസ് സർവീസ് നടത്തുന്നത് 200 കിലോമീറ്റർ മുതൽ 350 കിലോമീറ്റർ വരെ. അതായത് ഒരു ദിവസം 60 ലിറ്റർ ഡീസൽ മുതൽ 120 ലിറ്റർ ഡീസൽ വരെ ഒരു ദിവസം ഞങ്ങൾക്ക് അടിക്കണം. അതായത് 10,000 റുപ്യ വരുമാനം ഒരു ദിവസം ഉണ്ടെങ്കിൽ 10,000 മുതൽ 15,000 വരെ വരുമാനമുണ്ട്. 10,000 വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ 60% 6,000 രൂപ ഞങ്ങൾ ഡീസലിന് കൊടുക്കണം. പിന്നെ 2,500 മുതൽ 4,000 വരെ ഞങ്ങൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം. അത് തൊഴിലാളികളുടെ ശമ്പളം ഡീസലും കഴിച്ച് അതിൻ്റെ വിലയും കഴിച്ച് ബാക്കി വരുന്ന 1,500, 2,000, 2,500, 3,000 ബാലൻസ് വരുന്ന ആ തുക കൊണ്ട് വേണം ഞങ്ങൾ റോഡ് ടാക്സ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ് ഒക്കെ നടക്കാൻ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വരുമാനത്തിൻ്റെ 60% ഡീസലിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ യാത്രക്കാരിൽ 50%-ലധികം സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ ഞങ്ങളെ ബസ്സിലെ യാത്രക്കാരിലെ 50%-ലധികം വരുന്ന സ്ത്രീ യാത്രക്കാർ സ്വാഭാവികമായും KSRTCയിലേക്ക് കൂടുമാറുമ്പോൾ ഞങ്ങളെ വരുമാനം നേർപകുതിയാകും. നേർപകുതിയായാൽ ഞങ്ങൾക്കത് ഡീസൽ അടിക്കാൻ പോലും കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഒരു നടപടി വരുമ്പോൾ അത് വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളെ കൂടി നിലനിർത്തണമെങ്കിൽ സർക്കാരിന് സാധാരണഗതിയിൽ ആരെ മനസ്സിലും കാഴ്ച വരുന്നൊരു സംഭവം ബസ് ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഡീസൽ അടിക്കാൻ കഴിയില്ല. ഇനി റോഡ് ടാക്സ് ഒഴിവാക്കി തന്നാലും ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അത് ഒരു ദിവസം ഒരു 350-400 രൂപയുടെ വ്യത്യാസമേ വരുള്ളൂ. ഇനി ഡീസലിൻ്റെ സെസ് കുറക്കുകയോ ഗവൺമെൻറ് നൽകുന്ന സെയിൽ ടാക്സിൽ ഇളവ് വരുത്തുകയോ ചെയ്താലും ഞങ്ങളെ നഷ്ടമില്ലാതെ ഡീസൽ അടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ സർവീസ് നിലനിർത്താൻ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉടമകൾ മാത്രമല്ല, ഞങ്ങളിപ്പോൾ തൊഴിലാളികൾ 10-15,000 തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികളെയും കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ എന്താണോ രണ്ട് മേഖലയും
KSRTCയും സ്വകാര്യ മേഖലയും നിലനിർത്താൻ ആവശ്യമായ ഒരു കണ്ടതിന് ശേഷം മാത്രമേ ഇത് നടപ്പാക്കാവൂ എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട്, പ്രതിപക്ഷ നേതാവായപ്പോഴും വി ഡി സതീശൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, മറ്റ് രാഷ്ട്രീയക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറുള്ള സമയത്ത് ആകെ ഒരു നെറേറ്റീവ് വരുത്തിയിട്ടുണ്ട്. എന്ത്? ഗണേഷ് കുമാർ സാർ വന്നതിന് ശേഷം KSRTC നഷ്ടത്തിൽ നിന്ന് കരകയറി എന്നൊരു നെറേറ്റീവ് വരുത്തിയിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്തയൊക്കെ അതിൻ്റെ യഥാർത്ഥമൊക്കെ വരലുണ്ട്, പക്ഷെ നിങ്ങളാരും അത് ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. നിങ്ങൾക്കറിയോ, ഈ 5 വർഷം കൊണ്ട് KSRTCക്ക് നഷ്ടം വന്ന വകയിൽ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും 8619 കോടി രൂപയാണ് സർക്കാർ കൊടുത്തത്. അതായത് 5 വർഷം കൊണ്ട് എന്ന് പറയുമ്പോൾ അത് 58 മാസം, ഫെബ്രുവരി വരെ, 2026 ഫെബ്രുവരി വരെ 58 മാസം കൊണ്ട് 8619 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് KSRTC നിലനിർത്താൻ കൊടുത്തത്. അത് മാത്രമല്ല, അവരെ റോഡ് ടാക്സ് ഒഴിവാക്കി കൊടുത്തു, എഴുതി തള്ളി. നിങ്ങളത് മനസ്സിലാക്കേണ്ട സംഗതി, ഒരു മാസം KSRTCക്ക് ആവറേജ് 150 കോടിയാണ്. നിങ്ങൾ ഈ ബഡ്ജറ്റിൽ വരുന്ന 900 കോടിയാണ് നിങ്ങളൊക്കെ അറിയണുള്ളൂ. പക്ഷേ ഇത് ഓരോ മാസം ശമ്പളത്തിനും പെൻഷനും പുതിയ വണ്ടി വാങ്ങാനും ഒരു ദിവസം ഒരു ബസ്, KSRTC ബസ്, ഇപ്പം 3700 ബസ്സാണ് ഓടുന്നത്. ഒരു ദിവസം ഒരു KSRTC ബസ് സർവീസ് നടത്തുന്ന വകയിൽ 13,400 രൂപ സർക്കാരിന് നഷ്ടം വഹിച്ചിട്ടാണ് ഇപ്പോൾ KSRTC സർവീസ് നടത്തുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഈ പരിവാഹൻ സൈറ്റിൽ കയറാൻ കഴിയുമല്ലോ. നിങ്ങളൊന്ന് ഇപ്പം നിങ്ങളെ മൊബൈലിൽ പരിവാഹൻ സൈറ്റിലൊന്ന് കയറി നോക്ക്. ഈ KL15 ആണല്ലോ KSRTC. ഇപ്പോൾ ഓടുന്ന ബസ്സുകൾ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ അതിൻ്റെ നമ്പർ നോക്കിയിട്ട് KL15 9,000-ൽ താഴെയുള്ള ഏകദേശം 2000-ഓളം ബസ്സുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. നിങ്ങളെ പരിവാഹൻ സൈറ്റിൽ KL15 8600, 8600, 8700 നിങ്ങളത് പരിവാഹൻ സൈറ്റിൽ ഇപ്പം അടിച്ചു നോക്കിയാൽ അത്തരം ബസ്സുകളുടെയൊക്കെ RC ക്യാൻസൽ ചെയ്തതാണ്. RC ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് ഫിറ്റ്നസ് കിട്ടില്ല, ഇൻഷുറൻസ് അടക്കാൻ പറ്റില്ല, പെർമിറ്റ് ഇല്ല. അപ്പോൾ RC ക്യാൻസൽ ചെയ്ത് ഫിറ്റ്നസ് ഇല്ലാത്ത, ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകളാണ് ഇപ്പം ഏകദേശം 2000-ഓളം സർവീസ് നടത്തുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങളെ പരിവാഹൻ സൈറ്റിൽ ഇപ്പം അടിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഒരു KL15 8700, 8600 ഇതാണ് സത്യത്തിലുള്ള അവസ്ഥ. ഇപ്പോൾ അത് യാത്രക്കാർക്ക് ഒരു സുരക്ഷിതയില്ലാതെയാണ് KSRTC സർവീസ് നടത്തുന്നത്. അപ്പോൾ KSRTCനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇങ്ങനെ, ഇപ്പോൾ ഗവൺമെന്റിന് ഇപ്പോൾ ഒരു മാസത്തിൽ 150 കോടി കൊടുക്കുന്നത്, അവർക്കിപ്പോൾ ഇത് നടപ്പാക്കാൻ ഒരു 60-70 കോടി കൊടുക്കാം. പക്ഷെ അതോടുകൂടി ഈ യാത്രക്കാർ മറ്റേ KSRTCയിലേക്ക് മാറുമ്പോൾ ഞങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല. അപ്പം ഞങ്ങളൊരു സമരം ഇല്ലാതെ തന്നെ, ഞങ്ങൾക്ക് സമരം പ്രഖ്യാപിക്കേണ്ട, സംഘടനയ്ക്ക് സമരം പ്രഖ്യാപിക്കേണ്ട ആവശ്യം വരില്ല. ഇത് എന്നാണോ നടപ്പാക്കുന്നത് അന്ന് പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ കഴിയാതെ ഞങ്ങളെ ബസ്സുകൾ നിൽക്കും. അപ്പം ഞങ്ങൾ ഏതായാലും മരിക്കാൻ പോവുക. അപ്പം അത് സത്യത്തിൽ കുറേശ്ശെ മരിക്കുള്ളൂ, കുറേശ്ശെ നിൽക്കുള്ളൂ ചില ഏരിയകൾ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഗവൺമെന്റ് ഞങ്ങളെയും കൂടി പരിഗണിച്ച്, ഞങ്ങളിവിടെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ ബസ് ചാർജ് കൂട്ടാനൊന്നും ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല, കൂട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യമല്ല. അല്ലാതെ ഞങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ വഴി കണ്ടെത്തിയതിനു ശേഷം അത് നടപ്പാക്കാതെ ഞങ്ങൾക്ക് ഒരു പരിഗണനയും തരാതെ നടപ്പാക്കുകയാണെങ്കിൽ ഞങ്ങളെ ബസ്സുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. അപ്പം ഞങ്ങൾക്ക് സംഘടനയ്ക്ക് ചിലപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനമില്ലെങ്കിൽ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് എല്ലാ സർവീസുകൾ നിർത്തിവെക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകും. അതൊരു സമരമല്ല. സർവീസ് നിർത്തിവെക്കാൻ ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ മെമ്പർമാരോട് ഏതായാലും ഓരോരുത്തരായി നിർത്തിവെക്കുന്നതിന് പകരം കേരളത്തിലെ മുഴുവൻ ബസ്സുകളും നിർത്തിവെക്കാൻ പറയാൻ ഞങ്ങൾ നിർബന്ധിതമാകുമെന്ന് സർക്കാരിന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളാണല്ലോ ഇത്തരം ആളുകളെ സമൂഹത്തിന് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരില്ല. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഈ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളുടെ ഇടയിലും ഗവൺമെന്റിന് മുമ്പിലും കൊണ്ടുവരാൻ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.